ഞാനൊരു ഡയറക്ടർ ആവാന്ന് പറഞ്ഞാൽ വെറുതെ വന്ന് പോകാൻ എനിക്ക് താല്പര്യമില്ല. മനസ്സിൽ എപ്പോഴും ഒരു പ്രേക്ഷകൻ്റെ മനസ്സിൽ അതൊരു നല്ല സിനിമയാണ് എന്ന് പറഞ്ഞു പോകണം. അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് കയ്യിൽ കിട്ടിയ ഒരു കഥ റാം കെയർ ഓഫ് ആനന്ദിയാണ്. പിന്നെ ഡെഫിനറ്റ്ലി ഞാൻ ബെന്യാമിൻ സാറെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. ഞാനൊരു സാറിൻ്റെ ഒരു ബുക്കായിട്ട് വേറൊരു ബുക്കുണ്ട്, അത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒരുപാട് സമയമെടുക്കും, കുറച്ച് സ്ക്രിപ്റ്റിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ടൈം എടുത്ത് ചെയ്യേണ്ട ഒന്നാണ്. പിന്നെ KR മീരയുടെ ഒരു സ്റ്റോറിയാണ്. ഇത്രയും 3 ബുക്കുകളാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതിലൊന്ന് സ്വപ്നം, നമ്മൾ പറയത്തില്ലേ, നമ്മളെ എന്തും ആഗ്രഹിച്ചാൽ നേടിയെടുക്കാൻ കഴിയും. ഒരു 2 വർഷം മുമ്പാണ് ഞാൻ ഈ ഒരു ബുക്ക് വായിച്ചത്. അതിനുശേഷം ഇതെൻ്റെ കയ്യിൽ നിന്ന് പോയി. ഇത് അതിൽ കുറേ വേറെ ഡയറക്ടേഴ്സൊക്കെ സംസാരില്ല, വേറെ എന്തൊക്കെയോ രീതിയിൽ അത് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. വീണ്ടും യാദൃശ്ചികമായി എൻ്റെ കയ്യിൽ വീണ്ടും ഇഷ്ടപ്പെട്ട ഈ പുസ്തകം വീണ്ടും വന്നണഞ്ഞതാണ്. നിമിത്തം എന്നൊക്കെ പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നതിലൊക്കെ സത്യമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഡെഫിനറ്റ്ലി എന്തായാലും സന്തോഷം. ഈ ഒരു ബുക്കിനെ കുറിച്ച് ഒരുപാട് പറയുന്നില്ല. ഇതൊരു നോവൽ, ഒരു സിനിമയാക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മളൊരു കഥ എഴുതി സിനിമയാക്കുന്നത് പോലെയല്ല. പ്രത്യേകിച്ച് ആടുജീവിതമൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ എങ്ങനെയാണ് സ്ക്രീനിൽ കാണുക, നമ്മൾ ഓരോ പ്രേക്ഷകർ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്. പക്ഷെ അത് എങ്ങനെ അത് വിഷ്വൽ ചെയ്യുമെന്നുള്ള ഒരു ആകാംക്ഷ, അത് ഡയറക്ടറാണ് അതിനെ എല്ലാം കൂടി ഒത്തിണക്കി കൊണ്ടുവരേണ്ടത്. അതിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വലിയ ഒന്നാണ്. അപ്പം ഇങ്ങനൊരു പുസ്തകം ഞാനൊരു സിനിമയാക്കുമ്പോൾ വളരെ വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ് അത്. എന്തായാലും നമ്മൾ അത് നേടിയെടുക്കുമെന്ന് വിശ്വസിക്കാം. താങ്ക് യു. ഡെഫിനറ്റ്ലി. അഖിലിനോട് കൂടി ഒരു വാക്ക്. അഖിൽ